ഫോട്ടോഷോപ്പ് കുറച്ചെങ്കിലും അറിയാമെന്നുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മറ്റൊരു പോസ്റ്റർ ഡിസൈൻ തന്നെയാണ്. അരസന്റെ പ്രോമോ വീഡിയോ ഞാൻ കണ്ടപ്പോഴേ അതിൻ്റെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ എനിക്ക് തോന്നി. ലൈക്ക് വടച്ചെന്നൈയിലൊക്കെ ഭയങ്കര ഫാനാണ് ഞാൻ. വെട്ടുമാരൻ ടീമൊക്കെ ഈ ഒരു സാധനം അങ്ങ് വടച്ചു വിടുന്നത് അതിന് സൂപ്പർ അടിപൊളി സാധനം ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെന്ന് തോന്നി. ഇതാണ് ആ ഒരു പോസ്റ്റർ ഡിസൈൻ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ദ പോസ്റ്റർ ഡിസൈൻ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു ലെയർ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകണം. പിന്നെ ഇതിൻ്റെ ഫ്രീ PSD നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. അതേപോലെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രഞ്ച് ടെക്സ്ചർ ഓവർലേ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെയും ആ ഒരു ലിങ്കിനകത്ത് കാണും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയണ്ട, ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ലോ ക്വാളിറ്റി ഇമേജ് ആണ്. ഇതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇമേജിനെ. ഗൂഗിൾ ഇമേജ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനൊരു സോളിഡ് കളർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ലെയർ സോളിഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ ഗ്രേ കളറാണ് യൂസ് ചെയ്യുന്നത്. സോളിഡ് കളർ എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. കണ്ടോ, സോളിഡ് കളർ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ശേഷം ഞാൻ അരസൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്തപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോണ്ടിനെ ഞാൻ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരസൻ എന്ന്. ഈ ഒരു ഫോണ്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ നോർമലി ഇതൊരു ടെക്സ്റ്റ് ടൂളാണ്, ടെക്സ്റ്റ് ലെയർ ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവെർട്ട് ടു ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതൊരു ഷേപ്പ് ലെയർ ആയി. ഷേപ്പ് ലെയർ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഡയറക്റ്റ് സെലക്ഷൻ യൂസ് ചെയ്ത് ഈ ഓരോ പോയിന്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലെ ഞാൻ എല്ലാ ലെയർ സെലക്ട് ചെയ്തിട്ടോ മീൻസ് എല്ലാ പോയിന്റ്സും സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതേ മെത്തേഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് വേറൊരു ഫോണ്ടാണെന്നേ ഉള്ളൂ. ആൻഡ് ഇതൊന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എറൈസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ലെയർ മാസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അറിയാമല്ലോ, ബ്ലാക്ക് കളർ ആണെങ്കിൽ നമുക്ക് എറൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ വൈറ്റ് കളർ ആണെങ്കിൽ നമുക്ക് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എറൈസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെയറിനെ ക്ലിപ്പിംഗ് മാസ്കും ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാനൊരു ഡാർക്ക് റെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അരസനിൽ ഒരു ഫെയ്ഡ് മീൻസ് എന്താണ്, ഒരു ഡാർക്ക്നെസ് കൊടുക്കാനായിട്ടാണ് ഞാൻ അവിടെ ഒരു ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് കളർ കൊടുത്തത്. അതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമേജ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ജെമിനിയിൽ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ ഞാൻ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതിന് ഞാൻ ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്തു, ഒന്ന് എറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെയ്ത ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നത്. ലൈക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിച്ചു തരാം. ഹ്യൂ സാച്ചുറേഷൻ, അതായത് ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സാച്ചുറേഷൻ കുറയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. ജസ്റ്റ് Ctrl U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂ സാച്ചുറേഷൻ അപ്പിയർ ആവും. ഞാൻ സാച്ചുറേഷൻ -100 കൊണ്ടുവരികയാണ് ചെയ്തത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് Ctrl M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർവ് എന്ന് പറയുന്ന ഒരു സാധനം വരും. മീൻസ് ഈ ഒരു ഗ്രാഫ് ഹൈലൈറ്റ് ഷാഡോ കർവാണ്. അത് വെച്ചിട്ട് ഞാൻ അല്പം ഒന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് ലെവൽസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അവിടെയും ഹൈലൈറ്റും ഷാഡോസും തന്നെയാണ്. കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആക്കാനാണ് ഞാൻ ലെവൽസ് യൂസ് ചെയ്തത്. ഇതിങ്ങനെ കൊണ്ടുവന്നത്. ഓക്കെ, അവിടെ Ctrl L ആണ് ലെവൽസിന്റെ ഷോർട്ട്. ഓക്കെ, പിന്നെ ഗോഷ്യൻ ബ്ലർ, നമ്മുടെ ഫിൽറ്ററിനകത്തുള്ള ബ്ലറിലുള്ള ഗോഷ്യൻ ബ്ലർ നമ്മളെപ്പോഴും മിക്കയിലും ചെയ്യുന്നൊരു സാധനമാണ് ഗോഷ്യൻ ബ്ലർ. അതും 3.1 ആണ് ഞാൻ അതിന്റെ റേഡിയസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. എന്നിട്ട് ഞാനിവിടെ നോർമൽ എന്നുള്ള ബ്ലെൻഡ് മോഡ് മാറ്റിയിട്ട് ഓവർലേ എന്നുള്ള ബ്ലെൻഡ് മോഡാണ് കൊടുത്തത്. ഓക്കെ, ഇനി പിക്ചറിനെ കുറച്ചുകൂടെ ഡാർക്ക് ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറെ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് ബ്ലാക്ക് കളർ കൊടുത്തു. ആ ലെയറിനെ ഞാൻ ക്ലിപ്പിംഗ് മാസ്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗുണ്ടകളുടെ ഇമേജിലോട്ട് ക്ലിപ്പിംഗ് മാസ്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത് ഇത്രയും ഡാർക്ക് ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽ മതിയായിരുന്നു. സോ അതായിരുന്നു എൻ്റെ ഐഡിയ. അതാണ് ഞാൻ അവിടെ കൊടുത്തത്, വേറെ ഒന്നുമല്ല. അത് കഴിഞ്ഞ് ഞാൻ സിലംബരസൻ TR എന്ന് പറയുന്ന ഈ ഒരു ലെയർ മീൻസ് അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും കഴിഞ്ഞ് ലെയർ 4 എന്ന് പറയുന്ന ഒരു വൈറ്റ് കളർ ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ കൊടുത്തൊരു വൈറ്റ് കളറാണ്. അപ്പോൾ അത് ഞാൻ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുള്ളൂ. അവിടെ യൂസ് ചെയ്തത് സോഫ്റ്റ് റൗണ്ട് ബ്രഷ് ആണ്. ആൻഡ് അവിടെ ഒപ്പാസിറ്റി ഞാൻ 37, ഇപ്പോൾ 100ൽ ഇങ്ങനെ ഇരിക്കും കിട്ടുന്നത്. ഞാൻ അവിടെ 37 ആണ് ഒപ്പാസിറ്റി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ കളർ ടോൺ റെഡ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് ആണ് കളർ ടോൺ. അതും പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ആവശ്യമുള്ളിടത്തെല്ലാം കളർ കൊടുത്തു. ദെൻ ഇവിടെ ഓവർലേ എന്ന് പറയുന്ന ഒരു ബ്ലെൻഡ് മോഡാണ്. നോർമലി നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓവർലേയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും. അരസനൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും.
അതുകൊണ്ടാണ് ഇത് കൊടുത്തത്. ഓക്കെ, അതിലത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ സംഭവം, സിലംബരസന്റെ എന്താണ് അല്ലെങ്കിൽ ചിമ്പുന്റെ ഒരു ഇമേജ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്, അതാണ് ഈ ഇമേജ്. ഇതിലും കുറെ മാറ്റങ്ങൾ മീൻസ് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതായിരുന്നു ഒറിജിനൽ പിക്ചർ. ഈ പിക്ചറിനെയാണ് ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ, ഫസ്റ്റ് ചെയ്ത കാര്യം ക്യാമറ റോ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ക്യാമറ റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഗ്രേഡിയൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ. ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ ആണ്. പക്ഷെ ഞാൻ ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ലെയറിൽ ഞാൻ ചെയ്ത ചേഞ്ചസ് എല്ലാം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. റോ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ അറിയാൻ പറ്റും എക്സ്പോഷർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, കോൺട്രാസ്റ്റിൽ എന്താണ് ചെയ്തത്, എല്ലാം കാണുന്നു. ഇതെല്ലാം ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ അല്പമെങ്കിലും ഒന്ന് എൻഹാൻസ് ചെയ്ത് എടുക്കാൻ പറ്റിയത് പിക്ചറിനെ. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ കർവ് ആഡ് ചെയ്തു. കർവ് ആഡ് ചെയ്തത് കുറച്ച് ഹൈലൈറ്റ് കൊടുക്കാനായിട്ടാണ് കർവ് ആഡ് ചെയ്തത്. കർവ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കർവ് അറിയാലോ, നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. ഓക്കെ, പിന്നെ ഹ്യൂ സാച്ചുറേഷൻ. ആദ്യം ഞാൻ ഹ്യൂ സാച്ചുറേഷൻ അല്പം ഒന്ന് കൂട്ടുകയാണ് ചെയ്തത്. പിന്നീട് മൈൻഡ് ഞാൻ ചേഞ്ച് ചെയ്തു, ഹ്യൂ സാച്ചുറേഷൻ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് മാറ്റി. ഓക്കെ, പിന്നീട് ലെവൽസും കൂടെ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ളൊരു പിക്ചർ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഈ ഒരു ചിമ്പുവിന്റെ പിക്ചറിൽ തന്നെ ഞാൻ കുറച്ച് സംഭവങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതായത് അരസൻ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചതിനെ തന്നെ ഇതിനകത്ത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത സാധനമാണ് ഇങ്ങനെ ബ്ലഡ് പോകുന്നത് പോലത്തെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ബ്ലഡ് പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ അത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തത്. എന്നിട്ട് ലിക്വിഫൈ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് നമ്മുടെ ഫിൽറ്ററിനകത്തുള്ള ഒരു ചെറിയൊരു ഫിൽറ്ററാണ് ലിക്വിഫൈ. ഇത് കൊടുക്കുമ്പോൾ ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്മഡ്ജ് ടൂൾ ഇതാണ്, ആ ടൂൾ ഉപയോഗിച്ച് ഇതിങ്ങനെ കൊടുക്കാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ റൈറ്റ് സൈഡ് നോക്കി കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ആ കൊടുത്തതാണ് ഈ ഒഴുകി പോകും പോലെ കാണുന്നത്. ഓക്കെ, വേറെ ലെയർ ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തതെന്ന് പറയുന്നത് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് റെഡ് കളർ കൊടുത്തതാണ് ആ ഒരു ടെറർ ഫീൽ കിട്ടാനായിട്ട്. ദെൻ an untold tale from the world of വടച്ചെന്നൈ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ക്യാരക്ടറിന്റെ ആ ഒരു ഡാർക്ക് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത മീൻസ് ഒരു കോൺസെപ്റ്റ് കാണുമല്ലോ, ചെയ്തൊരു സാധനമാണ് ഈ റൈറ്റ് സൈഡുള്ള ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ. അത്രയും അത് ഞാനൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തതാണ്, ബ്രഷ് ചെയ്തതാണ്. ബ്രഷ് യൂസ് ചെയ്തത് സോഫ്റ്റ് റൗണ്ട് ആണ്. അവിടെ ഞാൻ ഒരു ലെയർ മാസ്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് ഫെയ്ഡ് എറേസ് ചെയ്യാനായിട്ട്. ലെയർ 7 എന്ന് പറയുന്നത് ബോട്ടം, നമ്മളെ പോസ്റ്ററിന്റെ ഏറ്റവും താഴെ വരുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ തന്നെ, അതാണ് ലെയർ 7. ദെൻ ലെയർ 8 വരുമ്പോൾ ആ ഒരു വാംത് ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു യെല്ലോ കളർ യൂസ് ചെയ്തത്. പക്ഷെ യെല്ലോ കളർ നോർമലി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാൻ പക്ഷെ അതിന്റെ ബ്ലെൻഡ് മോഡ് സോഫ്റ്റ് ലൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യുകയും ഒപ്പാസിറ്റി ഒരു 74 100 ഇരുന്ന സാധനം ഒരു 74 ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ആ ഒരു കളർ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല, പ്രോമോ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഭയങ്കര മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയിൽ കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാരക്ടറിന്റെ ലൈക്ക് ഹാർട്ട് കാണിക്കാനായിട്ടായിരിക്കും, അറിയില്ല. അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ ആ ഒരു ലെയർ അവിടെ കൊണ്ടുവരുന്നത്, ആ ഒരു കളർ ഞാൻ കൊടുത്തതും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത കാര്യം ഇത്രയുമല്ല, മീൻസ് നമ്മുടെ ലാസ്റ്റ് ചെയ്ത ആ ഒരു ലെയർ 8 മുതൽ സോൾട്ട് കളർ വരെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കി. ഓക്കെ, ആ ഗ്രൂപ്പിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മെർജ് ചെയ്തു ഈ ഒരു ലെയറും ആക്കി. ആ ലെയറാണ് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ചെയ്ത ഒരു പാർട്ട് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു ലെയറിനുള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ചെയ്തൊരു കാര്യം, ഒരു റെക്റ്റാങ്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ റെക്റ്റാങ്കിളിന് റെഡ് കളർ കൊടുത്തു. ഇവിടെ ഫിൽ ഓപ്ഷൻസ് ഒക്കെ അറിയാൻ പറ്റും, പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഫിൽ ഓപ്ഷൻസ് അറിയാൻ പറ്റും. റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രോക്കിന് ഞാൻ ഒരു ഗ്രേഡിയൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ആയിട്ടുള്ള റെഡും ലൈറ്റ് ആയിട്ടുള്ള റെഡും ഞാൻ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രോക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്ട്രോക്ക് ഇല്ല, ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ അല്ലേ? ഫില്ലിൽ ഞാൻ റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സ്പോട്ടിഫൈയുടെ ആ ഒരു സൗണ്ട് വേവ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ്. അതിനെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കളർ ഓവർലേ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് മുകളിൽ വേറെ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെയർ എന്ന് പറയുന്നത് അരസന്റെ തീം മ്യൂസിക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. വേറൊരു റെക്ടാങ്കിൾ വരച്ചിട്ട് ചെയ്തിട്ടുള്ളത്, സിമ്പിൾ ആയിട്ട് ചുമ്മാ. അപ്പൊ അതൊരു ഗ്ലാസ് എഫക്റ്റ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്തത്. അപ്പൊ ഇതെങ്ങനെ ഈ ഒരു ഗ്ലാസ് എഫക്റ്റ് കൊടുക്കണമെന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യാം. വേറെ വീഡിയോസ് ഉണ്ട് ഗ്ലാസ് എഫക്റ്റ് ഒക്കെ. നിങ്ങൾ ചുമ്മാ ഫോട്ടോഷോപ്പ് ഗ്ലാസ് എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ വീഡിയോസ് യൂട്യൂബിനകത്ത് കിട്ടും. എന്നാലും ഞാൻ ചെയ്യും കേട്ടോ, കണ്ടന്റ് വേണ്ടേ.
ഓക്കെ, അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പേര്, നമ്മുടെ ചാനലിന്റെ നെയിം മിനിമൽ ലൂപ്പ് ഡിസൈനിങ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ലെയർ ടോൾ. ഈ ലെയർ ടോൾ എന്ന് പറയുന്നത് ഒരു വടിവാളാണ്. ഇവിടെ ഉള്ള വടിവാൾ ലെയർ ടോൾ കണ്ടോ. ഇത് ഞാൻ ജെമിനി യൂസ് ചെയ്തതാണ്. സത്യമായിട്ട് ജെമിനി യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. കാരണം ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ജെമിനിയിൽ പോയിട്ട് ഹൈപ്പർ റിയലിസ്റ്റിക് ഒക്കെ ഒന്ന് അടിച്ച് സാധനം കിട്ടിയതാണ്. ഓക്കെ, ദെൻ ലെയർ 14 എന്ന് പറയുന്നത് അതിനകത്ത് ഞാനൊരു കളർ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടെറർ കാണിക്കാൻ തന്നെ റെഡ് മൊത്തം ചോപ്പുമായ ഒന്ന്. ഓക്കെ, ഇതിന്റെ ലെയർ ടോൾ, അതായത് വടിവാളിന്റെ വേറൊരു കോപ്പി ഇവിടെ ഉണ്ട്. ലെയർ ടോൾ കോപ്പി കുറച്ച് വലിയ വടിവാളാണ്. അതിനകത്ത് ഞാനൊരു കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സെപ്പറേറ്റ് കളർ കൊടുത്ത് എല്ലാം സെപ്പറേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്ത് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് കൊടുത്തതാണ്. ഈ പറഞ്ഞില്ല എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം മുതൽ ഇതൊക്കെ ഈ ഒരു സംഭവം തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ചെയ്ത പോസ്റ്റർ ഡിസൈനിൽ ഉണ്ട്. കാരണം ഷാഡോ കൊടുക്കാനായിട്ടാണ് അവിടെ ചെയ്തായിരുന്നത്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കും, ഇവിടെ എവിടെയെങ്കിലും വരും അത് ആ വീഡിയോ. ഓക്കെ, കണ്ടോ ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു ലെയറിന് ഞാൻ ഓവർലേ എന്ന് പറയുന്ന ബ്ലെൻഡ് മോഡ് മാറ്റി വെക്കും. കാരണം നമ്മൾ ഇവിടെ ഒരു ലെയറിൽ കളറും ഇവിടെ ഒരു ലെയറിൽ ഓവർലേ ഞാൻ ആക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഇനി ലാസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ലെയർ 15, അതായത് നമ്മുടെ വടിവാളിന് ഒരു ഗ്ലോ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ആ ഗ്ലോ ആണ് ഈ കാണുന്നത്. ആ കൊടുത്തത് കളർ എന്ന് പറയുന്നത് വൈറ്റ് കളർ തന്നെയാണ്. പക്ഷെ എങ്ങനെ ഈ ഗ്ലോ ആയിട്ട് കിട്ടിയെന്ന് വെച്ചാൽ നോർമലി അത് ഇങ്ങനെയും കിട്ടുന്നത്. ഓക്കെ, ഇത് മോശമാണ്. ഞാൻ എന്ത് ചെയ്തു, നോർമൽ എന്നുള്ളത് മാറ്റിയിട്ട് ഓവർലേ എന്ന് പറയുന്നത് ബ്ലെൻഡ് മോഡ് ഇട്ടു. നമുക്ക് അവിടെ ഒരു ഗ്ലോ കിട്ടി. സിമ്പിൾ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഞാനൊന്ന് മെർജ് ചെയ്ത് ഒരൊറ്റ ലെയർ ആക്കി മാറ്റി. ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് ഒറ്റ ലെയർ ആക്കി ആക്കി മാറ്റി. ഓക്കെ അല്ലേ? ഈ ഒറ്റ ലെയറിൽ ഞാൻ ചെറിയൊരു റോ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കോൺട്രാസ്റ്റും ബ്ലാക്സും ഒക്കെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രെയിൻസ് കൊടുത്തിട്ടുണ്ട്, ഷാർപ്പൺ, നോയ്സ് റിഡക്ഷൻ, ഇതെല്ലാം അല്പമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഗ്രഞ്ച് ഓവർലേ ഞാൻ ആഡ് ചെയ്തു. ആ ഗ്രഞ്ച് ഓവർലേ ഇവിടെ കളർ ഡോഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്ലെൻഡ് മോഡിലോട്ടാണ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴേ ഒരു കാര്യം കൂടെ, ഇതിൻ്റെ PSD ഫയലും ഈ ഒരു ഓവർലേയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ആക്കിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ ഡൗൺലോഡ് ചെയ്യുക, വേണ്ടാത്തവർ ഡൗൺലോഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങളിനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് വീഡിയോ ഇല്ല, പോസ്റ്റർ ഒന്ന് ചെയ്ത് നോക്കുക. കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ തികയാതെ വരും, ലെങ്ത് ആയി പോകും. ഞാൻ ജസ്റ്റ് ഓരോ ലെയറിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഫോട്ടോഷോപ്പ് കുറച്ചെങ്കിലും അറിയാമെന്നുള്ളവർക്ക് ഇത് മനസ്സിലാവും. നിങ്ങൾ പഠിക്കുക, ഇത്രേ ഉള്ളൂ. പഠിച്ചിട്ട് ഇതേപോലെ ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ഞാൻ ചെയ്തൊരു സാധനം അതേപോലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതല്ലേ കിട്ടുള്ളൂ. ഒരാൾ ചെയ്തതല്ലേ, വേറെ മാറ്റി ചെയ്യും, എന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഒരാൾ ചെയ്ത് അതേപോലെ ചെയ്യാൻ കഴിഞ്ഞാൽ കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ശരി, മറക്കല്ലേ, ഇല്ലെങ്കിൽ മറ്റേ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യും. പിന്നെ എന്താണ്, ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നേരത്തെ പറയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശരിയാണ്, ബൈ.